അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പാർട്ട് 8 ആണ്, എക്സസൈസ് 5.2. ഓക്കെ, 11th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. വിച്ച് ടേം ഓഫ് ദ AP 3, 15, 27, 39 etc. will be 132 more than its 54th term? ഓക്കെ, അപ്പൊ നോക്കിക്കേ, വിച്ച് ടേം, അപ്പൊ ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ടേം, ഏതോ ഒരു ടേം ഓഫ് ദിസ് AP 3, 15, 27, 39 etc. എന്ന് പറയും. അതായത് ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഏതോ ഒരു ടേം ഉണ്ട്, ആ ടേം നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. വിച്ച് ടേം, അതിന് നമ്മൾ AN എന്ന് കൺസിഡർ ചെയ്യുക. അതിന്റെ പ്രത്യേകത എന്താണ്? 132, ദാറ്റ് ടേം വിൽ ബി 132 മോർ ദാൻ ഇറ്റ്സ് 54th ടേം. ആ ടേമിന്റെ പ്രത്യേകത 54th ടേമിനേക്കാൾ എത്ര കൂടുതലാണ്? 132 കൂടുതലാണ്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കേ. വിച്ച് ടേം ഓഫ് ദി AP will be 132 more than its 54th term? ഏതോ ഒരു ടേം ഈ AP യിലുള്ളതാണ്, അതിന്റെ പ്രത്യേകത 54th ടേമിനെക്കാളും 132 കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു ടേമിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടേം ആണെന്ന് അറിഞ്ഞൂടാ അല്ലെ? സോ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഞാൻ അതിനെ വിച്ച് ടേം എന്ന് തന്നെ കൊടുത്തു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഏതോ ഒരു ടേം. ഓക്കെ, ആ ടേമിന്റെ പ്രത്യേകത എത്ര? 54th ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാൽ കിട്ടും? 132 കൂട്ടിയാലേ ആ ടേം കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ആ ടേമിനെ AN എന്ന് കൊടുത്തു. നമുക്ക് അറിഞ്ഞൂടത്തോണ്ട് ആ ടേമിനെ AN എന്ന് കൊടുത്തു. 54th ടേമിനെ A54 എന്ന് ഇടാം. ഓക്കെ, 132 അതേ കണക്ക് തന്നെ എഴുതി. ഓക്കെ, ഇനി നോക്കെ, എന്റെ ഫോർമുല എന്താണ്? A plus n minus 1 into D is equal to 54th ടേമിന് A plus 53D. ഓക്കെ, ഇതാണ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത്. ക്ലിയർ? 132 വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊടുത്തു. ഇനി നമുക്കറിയാം ഈ AP യുടെ ഫസ്റ്റ് ടൈം എത്രയാണ്? 3 അല്ലെ? അത് നമുക്ക് ഇവിടെ എഴുതാം. A is equal to 3. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 15 മൈനസ് 3 എത്രയാണ്? 12. കോമൺ ഡിഫറൻസ് എത്ര? 12. അപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. എക്ക് 3 കൊടുക്കുന്നു, ഡിക്ക് 12 കൊടുക്കുന്നു. ഇവിടെ എക്ക് 3 കൊടുക്കുന്നു, ഡിക്ക് എത്ര കൊടുക്കുന്നു? 12 കൊടുക്കുന്നു. ഓക്കെ, ഇനി ചെയ്യുന്നത് n-1 into 12ന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് 3. ആ 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ രണ്ട് 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. പ്ലസ് 3 മൈനസ് 3. 636 എന്ന് പറയുന്നത് 53 into 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പ്ലസ് 132 അവിടെ തന്നെ ഉണ്ട്, വേറെ ചേഞ്ച് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 768 ആണ് നമുക്ക് കിട്ടുന്നത്. n-1, ഈ 12 ഇപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യും. സോ n-1 is equal to 64, n is equal to എത്ര? 65. അപ്പം ഇതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, വേറൊന്നുമില്ല. ഈ ഒരു ഇക്വേഷനകത്ത് എയുടെയും ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടും. n is equal to എത്രയാണ്? 65. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതാണ്ട് ഇത്. ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കണം. അതാ an is equal to 54 plus 132. ഞാൻ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി എന്നിന് എത്ര കിട്ടിയിട്ടുണ്ട് വാല്യൂ? നമുക്ക് എന്നിന്റെ വാല്യൂ എത്രയാണ്? 65 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ A65 is equal to എത്ര? A54 plus 132. അതായത് A65 എന്ന് പറഞ്ഞാൽ എന്താണ്? 65th ടേം. സോ 65th ടേം ഈസ് 132 മോർ ദാൻ ദ 54th ടേം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാല് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റിനെ ഇക്വേഷൻസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഏതോ ഒരു ടേം, ആ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ടേമിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ AP യിലെ തന്നെ 54th ടേമിന്റെ കൂടെ 132 കൂട്ടിയാലേ ആ ടേം കിട്ടുള്ളൂ. അതാണ് ആ ടേമിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ടേമിനെ നമ്മൾ AN എന്ന് കൊടുത്തു. എന്നിട്ട് 54th ടേം പ്ലസ് 132 എന്ന് കൊടുത്തു. ശരിയല്ലേ? ആ ടേം കിട്ടണമെങ്കിൽ എന്ത് വേണം? 54th ടേമിന്റെ കൂടെ 132 ആഡ് ചെയ്യണം. ANന്റെ ഫോർമുല എഴുതി, A54ന്റെ ഫോർമുല എഴുതി. ഇനി ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള എയും ഡിയും ഇവിടെ നിന്ന് നമ്മൾ എടുക്കണം. അതിനാണ് ആ AP തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ AP തരേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ചെയ്യുമ്പോൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ n65 കിട്ടും. n is equal to 65 എന്ന് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത് അവിടെ.
സോ n is equal to 65 എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് എന്നിന് വാല്യൂ കിട്ടി ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് പ്രോബ്ലം അവിടെ സ്റ്റോപ്പ് ചെയ്തു. സോ അവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ടേം എന്ന്. അപ്പൊ എഴുതണം 65th ടേം ഈസ് 132 മോർ ദാൻ ദ 54th ടേം, അല്ലെങ്കിൽ ദ ആൻസർ ഈസ് 65th ടേം, അങ്ങനെയെങ്കിലും എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവാനായിട്ട് ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. an is equal to a54 plus 132. സോ n-ന് പകരം 65 ഇട്ട് കൊടുത്താൽ മതി. a65 is equal to a54 plus 132. ക്ലിയർ ആണല്ലോ, എഴുതിയെടുക്കുക. ശ്രദ്ധിക്കുക, അടുത്തത് 12th ക്വസ്റ്റ്യൻ ആണ്. 2 APs have the same common difference. രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിന് സെയിം കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്യുവാണ്. സെയിം കോമൺ ഡിഫറൻസ്. ഓക്കെ, രണ്ട് AP ഉണ്ട്. The difference between their 100th terms is 100. അപ്പൊ ആ രണ്ട് APയുടെയും 100th ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ എന്തായിരിക്കും, 100 ആയിരിക്കും. Therefore എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ their 100th term is 100. Terms is 100. Okay. What is the difference between their 1000th terms? Okay. അപ്പൊ ഇമാജിൻ ചെയ്യുക, രണ്ട് AP ഉണ്ട്. ഓക്കെ, രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. അതിന്റെ രണ്ടിന്റെയും 100th ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ അത് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ their 1000th ടേം, അതായത് 1000th ടേം രണ്ടിലെയും എടുത്തിട്ട് ഡിഫറൻസ് എടുത്താൽ എന്തായിരിക്കും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നോക്കാം, ഞാൻ രണ്ട് AP കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് AP യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ A1, A2, A3 എക്സെട്ര AN ആണ് അതിലെ ടേംസ്. ഓക്കെ, സെക്കൻഡ് APയുടെ പ്രത്യേകത B1, B2, B3 എക്സെട്ര BN ആണ് അതിലെ ടേംസ്. ഓക്കെ, അപ്പം തിരിഞ്ഞു പോയിരിക്കാനാണ് A1, A2, A3, B1, B2, B3 എക്സെട്ര. നമുക്ക് വേണമെങ്കിൽ X1, X2, X3 അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എനിവേ രണ്ട് APയുടെയും കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. Therefore D എത്ര കോമൺ ഡിഫറൻസ് ഞാൻ എന്ത് തന്നെ കൊടുത്തു, D തന്നെയാണ് കോമൺ ഡിഫറൻസ്, ഒന്നും കൊടുക്കേണ്ട, വരെ കോമൺ ഡിഫറൻസ് D. ഇവിടുത്തെ 100th ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടല്ലോ, അതായത് nth ടേമിന്റെ ഫോർമുല എന്തുവാ, a plus n minus 1 D. അപ്പൊ 100th ടേം ആവുമ്പോൾ a100 is equal to a plus 99D. So 100th ടേം is equal to a100 is equal to a plus 99D. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടുത്തത് B1, B2, B3 എക്സെട്ര BN എന്നാണ്. സോ BN ആണ് അവിടുത്തെ nth ടേം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് nth ടേമിന്റെ ഫോർമുല എങ്ങനെ എഴുതാം, Bn is equal to a plus n minus 1 into D. Bn is equal to a plus n minus 1 into D ക്ക് പകരം ഞാൻ B എന്താണ് എഴുതിയേക്കെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടേം ഇവിടെ എന്താണ്, B1 ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഇവിടുത്തെ nth ടേമിന്റെ ഫോർമുല 100th ടേമിന്റെ ഫോർമുല a100 is equal to a plus 99D ആണെങ്കിൽ ഇവിടുത്തെ 100th ടേം B100 is equal to B plus 99D എന്ന് എഴുതണം. അപ്പൊ ഇത് മറന്നു പോയാൽ അല്ലെങ്കിൽ തിരിഞ്ഞു പോയാൽ പോയി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ഡിഫറൻസ് ബിറ്റ്വീൻ their 100th ടേം ഈസ് എത്ര, 100 എന്ന്. ഓക്കെ, സോ 100th ടേം 100 ആണ് ഡിഫറൻസ്. അപ്പൊ ഇവിടുത്തെ 100th ടേം എത്ര, A100, ഇവിടുത്തെ 100th ടേം എത്ര, B100. അപ്പൊ A100 മൈനസ് B100 is equal to എത്രയാണ്, 100 തന്നിട്ടുണ്ട്. ഇനി ഈ A100ന്റെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി കൊടുക്കണം. A100 എത്രയാണ്, a plus 99D. B100 എത്രയാണ്, B plus 99D. ബ്രാക്കറ്റ് ഓപ്പൺ ആവുമ്പോഴത്തേക്ക് 99Dയും 99Dയും കൂടെ ക്യാൻസൽ ആയി പോകും, പ്ലസ് 99Dയും മൈനസ് 99Dയും കൂടെ എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. ഫൈനലി എയും ബിയും മാത്രമേ വരത്തുള്ളൂ. A minus B is equal to 100 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇത്രയും പാർട്ട് ക്ലിയർ ആണെങ്കിൽ അടുത്ത നൗ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 1000th ടേം. ഇനി 1000th ടേംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതെന്തായിരിക്കും, ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, A1000 മൈനസ് എത്ര ആയിരിക്കും, B1000 ആയിരിക്കും ഡിഫറൻസ്. ഓക്കെ, A1000 എത്ര ആയിരിക്കും, a പ്ലസ് 999D. B1000 എത്ര ആയിരിക്കും, B പ്ലസ് 999D. ഓക്കെ, നമ്മൾ പതിപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഡിയുടെ ടേംസ് എന്ന് ക്യാൻസൽ ആയി പോവും. അവിടെ എന്ത് വരും, A മൈനസ് ബി എന്ന് വരും. സോ നമുക്കറിയാം A മൈനസ് ബി എന്താണ്, 100 ആണ്. സോ ആ 100 ഇവിടെ ഇട്ട് കൊടുക്കണം. ഫ്രം ഇക്വേഷൻ 1 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇവിടെ ഒന്നുമില്ല, 1000th ടേമിന്റെ ഡിഫറൻസ് എടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് a മൈനസ് ബി എന്നാണ്. a മൈനസ് ബി 100 ആണെന്ന് നമുക്ക് അറിയാം. സോ a1000 മൈനസ് b1000 ഈസ് 100. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ 1000th ടേം ഈസ് ഓൾസോ 100. ഓക്കെ, അപ്പൊ ഇത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഒരു 2 AP തന്നിട്ടുണ്ട്. ആ APയുടെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. പിന്നെ അതേ കണക്ക് തന്നെ അതിന്റെ 100th ടേംസുകളുടെ ഡിഫറൻസ് എടുത്താൽ 100 കിട്ടും. 1000th ടേംസിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ 2 AP ആയിട്ട് കൺസിഡർ ചെയ്തു. ആദ്യത്തെ AP A1 A2 A3 എക്സെട്ര AN. അതിലെ 100ാമത്തെ ടേം എന്ന് പറയുമ്പോൾ A100 ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല A + 90/90. അടുത്ത AP B1 B2 B3 എക്സെട്ര BN. അപ്പൊ ഇതിലൊരു 100ാമത്തെ ടേം ആണെങ്കിൽ B100 ആയിരിക്കത്തില്ലേ. സോ B100 ഇസ് ഈക്വൽ ടു B + 99D. B മീൻസ് ഫസ്റ്റ് ടേം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം 100th ടേമിന്റെ ഡിഫറൻസ് എത്രയാണ്? 100. സോ ഗിവൺ ഡിഫറൻസ് ബിറ്റ്വീൻ 100th ടേം ഈസ് 100 ടേംസ് ഈസ് 100. സോ A100 നിന്ന് B100 കുറയ്ക്കുമ്പോഴത്തേക്ക് 100. A100ന്റെ വാല്യൂ എടുത്തു, B100ന്റെ വാല്യൂ എടുത്തു. അവിടെ എന്ത് കിട്ടും നമുക്ക്? A മൈനസ് ബി എന്താണെന്ന് കിട്ടും. A മൈനസ് ബി എന്താണ്? 100. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അവിടെ ഉണ്ടാവണം, A മൈനസ് ബി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ എന്തെടുക്കും? 1000th ടേം എടുക്കും. 1000th ടേമിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ A1000 മൈനസ് B1000. ഇനി എഴുതുമ്പോൾ മറക്കരുത്, A1000 എന്ന് പറഞ്ഞാൽ A + 999D, B1000 എന്ന് പറഞ്ഞാൽ B + 999D. 999Dയും 999Dയും കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. A മൈനസ് ബി വരും. എന്താണ് A മൈനസ് ബി? ഇവിടെ ഉണ്ട് 100. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ എഴുതാൻ മറക്കരുത്, ഫ്രം 1 ആണ്, ഫ്രം ഇക്വേഷൻ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. താഴോട്ട് എഴുതണം, A1000 മൈനസ് B1000 ഇസ് ഈക്വൽ ടു 100. Therefore ഡിഫറൻസ് ബിറ്റ്വീൻ their 1000th ടേംസ് ഈസ് എത്ര? 100. ഓക്കെ, ഇവിടെ ടേംസ് എന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ their 100th ടേംസ്. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കുക. അടുത്തതായിട്ട് 13th ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി 3-digit numbers ആർ ഡിവിസിബിൾ ബൈ 7? 3-digit numbers divisible by 7. 3-digit നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന എത്ര നമ്പർ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം നമുക്ക് 3-digit നമ്പേഴ്സ് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ് 3-digit നമ്പേഴ്സ്? 100, 101, 102, അങ്ങനെ അങ്ങനെ എവിടം വരെ? 999 വരെയാണ് 3-digit നമ്പേഴ്സ് പോകുന്നത്. സോ ഇതല്ല നമ്മളുടെ AP. ഓക്കെ, ഇതൊരു AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ ഇതിൽ എല്ലാ നമ്പേഴ്സും എടുക്കാൻ പറ്റത്തില്ല. ഇത് എത്ര ഉണ്ടെന്ന് കൂട്ടി വെക്കാൻ പറ്റത്തില്ല. ഇതിൽ തന്നെ ഇത് 3-digit നമ്പേഴ്സ് ആണ്. ഇതിൽ തന്നെ 7 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന എത്ര ഉണ്ടാണ്? ഓക്കെ ആണോ? 3-digit നമ്പേഴ്സ് നമ്മൾ മൊത്തം എഴുതിയിട്ടുണ്ട്. 100, 101, 102 എക്സെട്ര എവിടം വരെ? 999 വരെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം 7 കൊണ്ട് ഡിവിസിബിൾ ആകും? അപ്പം 100 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. അത് എഴുതുന്നതിന് മുന്നേ ഇവിടെ നോക്കുക, ഈ ശ്രദ്ധിക്കുക. അതായത് 100നെ ഞാൻ 7 കൊണ്ട് എന്ത് ചെയ്യുവാണ്? ഡിവൈഡ് ചെയ്യുവാണ്. സോ 100നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഇവിടെ ഒരു ബോക്സ് ഇട്ടിട്ട് അടുത്ത ഇങ്ങോട്ട് ആരോ കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്തായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന്. സോ ഈ 100നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ 2 വന്നു. ഓക്കെ, അപ്പോ റിമൈൻഡർ 2 വന്നു. ദാറ്റ് മീൻസ് 100 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. ശരിയല്ലേ? 100 ഈസ് നോട്ട് ഡിവിസിബിൾ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ റിമൈൻഡർ ഇതിൽ നിന്ന് കുറച്ച് കളയാം. നോക്കി, ഈ 2 ഇതിൽ നിന്ന് കുറച്ച് കളയുവാണ് ഞാൻ 100 നിന്ന്. അപ്പം 100 മൈനസ് 2 98 ഈസ് ഡിവിസിബിൾ ബൈ 7. അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കാര്യം നമ്മൾ എന്ത് ചെയ്താലും ഈ റിമൈൻഡർ ആ നമ്പറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ 98 ഈസ് എ 2-digit നമ്പർ. 98 എന്താണ്? 2-digit നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിക്കാൻ പറ്റത്തില്ല. സോ അത് ഡിവിസിബിളിന്റെ കണക്കിൽ വരത്തില്ല. നമുക്കപ്പൊ എന്ത് ചെയ്യാം? ഈ 98ന്റെ കൂടെ ഒരു 7ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ അതെന്ത് കിട്ടും? 105. Therefore 105 ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 7 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 105 ഈസ് ദ ഫസ്റ്റ് 3-digit നമ്പർ ഡിവിസിബിൾ ബൈ 7. നമുക്കൊരു നമ്പർ കിട്ടി 105.
അപ്പോൾ ഇതിൽ ഈ 100, 101, 102 അങ്ങനെ എഴുതുന്നതിൽ ആദ്യത്തെ 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറാണ് 105. ഓക്കെ ആണല്ലോ. അപ്പൊ അത് എങ്ങനെയാ കിട്ടിയത്? ആദ്യം നമ്മൾ 100നെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി 7ന്റെ ടേബിളിലാണോ എന്ന്. ചെക്ക് ചെയ്തപ്പോൾ റിമൈൻഡർ 2 വന്നു. ആ റിമൈൻഡറിനെ നമ്മൾ 100ൽ നിന്ന് കുറച്ച് കളഞ്ഞു. സോ അപ്പൊ എന്ത് സംഭവിച്ചു? 98 ആയി. 98നെ ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് 98 ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? 7. 98 ഒരു പ്രത്യേകത ഉണ്ട്, ഡിവിസിബിൾ ബൈ 7 ആ. ഓക്കെ, രക്ഷപ്പെട്ടു. ഇനി നമുക്ക് എളുപ്പമാണ്, അടുത്ത കിട്ടാൻ വേണ്ടി വീണ്ടും 7 ആഡ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വീണ്ടും 7 ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ 98ന്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോൾ 105. 98ന്റെ കൂടെ 7 കുറച്ചാലും വീണ്ടും ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ 105 എടുത്തു, കാര്യം നമുക്ക് 3 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത്. 98ൽ നിന്ന് വീണ്ടും കുറച്ചാൽ അത് 2 ഡിജിറ്റ് തന്നെ ആവത്തുള്ളൂ. സോ 105 അങ്ങനെയാണ് കിട്ടിയത്. 105 is the first 3 digit number divisible by 7. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരാം, ഇവിടെ വരാം. Therefore നമ്മളുടെ റിക്വയർഡ് AP നമ്മൾ എഴുതുവാണ്. ആദ്യമേ 105. അപ്പൊ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് 112 കിട്ടിയതെന്ന്. ഈ APയിൽ 105 കഴിഞ്ഞാൽ പിന്നെ 106ഉം 107ഉം ഒന്നും എന്തുകൊണ്ടായിരിക്കത്തില്ല? 7 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. പിന്നെ അടുത്ത 7ന്റെ ടേബിളിൽ വരുന്നത് കിട്ടാനായിട്ട് ഈ 105ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ മതി? 7 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പൊ 112 എന്താണ്? 105ന്റെ കൂടെ 7 ആഡ് ചെയ്തപ്പോ 112 എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. വീണ്ടും 7 ആഡ് ചെയ്തപ്പോ 119 എന്താണ്? ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തത് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിച്ചിട്ട് പിന്നെ 7 ആഡ് ചെയ്ത് 2 നമ്പർ അങ്ങ് എഴുതി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 999 വരെ പോകാൻ പറ്റുമോ നമുക്ക്? അത്രയുള്ള ടൈം നമുക്കില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 7 കണ്ടുപിടിക്കണം. അതും സെയിം പ്രോസസ്സ്. അതിന് ചെയ്യേണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാ? 999. അതിനെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഫൈൻഡ് ദ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 7. അങ്ങനെ ചെയ്യുമ്പോൾ 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 5 വരും. ആ 5 ഇതിൽ നിന്ന് കുറച്ച് കളഞ്ഞാൽ അത് പ്രശ്നം തീർന്നില്ലയോ? ആ 5 999 നിന്ന് കുറയ്ക്കുമ്പോൾ 994 കിട്ടും. ആ 994 ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 7. പിന്നെ അടുത്ത ഡിവിസിബിൾ ബൈ 7 കണ്ടുപിടിക്കണമെങ്കിൽ 994ന്റെ കൂടെ പിന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടി വരും? 7 ആഡ് ചെയ്യണം. അപ്പൊ അത് 4 ഡിജിറ്റ് നമ്പറിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ 994 തന്നെ എടുത്താൽ മതി. അതാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 7. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതാണ് ഈ 3 ഡിജിറ്റ് നമ്പറിലെ ലാസ്റ്റ് ഉള്ള 999 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുവാണ് നമ്മൾ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ. അപ്പൊ റിമൈൻഡർ 5 വന്നു. ആ റിമൈൻഡർ അതിൽ നിന്ന് കുറച്ച് കളഞ്ഞു. സോ 995 മൈനസ് 5 is equal to 994. അപ്പൊ ഈ 994 ഡിവിസിബിൾ ബൈ എന്താണ്? 7 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവസാനം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിക്വയർഡ് AP കിട്ടി. ക്ലിയർ ആയോ? ഈ APയുടെ പ്രത്യേകത എന്തുവാ? നമുക്ക് ആവശ്യമുള്ള AP ഇതാണ്. അതായത് 3 ഡിജിറ്റ് നമ്പറിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സിന്റെ AP ആണ് ഇത്. 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ AP ആണ് ഇത്. ഇതല്ല, അതിൽ തന്നെ 7 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സിന്റെ AP ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇനി നൗ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദിസ് AP. ഇനി ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. തീർന്നു. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ANന്റെ ഫോർമുല ഇട്ട് കൊടുക്കാം. AN is equal to A plus N minus 1 into D. അപ്പോ ANന്റെ ഫോർമുല എന്താണ്? A plus N minus 1 into D. AN ഇതാണ് ലാസ്റ്റ് ടേം. ഓക്കെ, ഇതെന്താണ്? ലാസ്റ്റ് ടേം. അപ്പം 994 is equal to ഫസ്റ്റ് ടേം എത്ര? 105 plus N minus 1 into D എത്ര? കോമൺ ഡിഫറൻസ് എത്ര? 7. സോൾവ് ചെയ്യുമ്പോൾ N എത്ര കിട്ടും? 128. അതായത് there are 128 3 digit numbers divisible by 7. അതായത് 3 digit നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 128. 128 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 ഡിജിറ്റ് നമ്പറിൽ ഫസ്റ്റ് 100 ആണ്. ആ 100 7ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തപ്പോ ഇല്ല. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എന്താണ്? 105 ആണ് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ എന്ന് കിട്ടി. അതിനുശേഷം 999 എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അത് അല്ലെന്ന് തെളിഞ്ഞു. പിന്നെ ഏറ്റവും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 7 ഏതായിരുന്നു? 994 എന്ന് കിട്ടി. അതെടുത്ത് എഴുതി.
പിന്നെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് കിട്ടാനായിട്ട് ഈ 105 7 ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, പിന്നെ അത് ANന്റെ ഫോമിൽ ഇട്ടപ്പം ഈ ഒരു AP-യിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി. ഈ ഒരു AP-യുടെ പ്രത്യേകത എന്താണ്? ഈ AP-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളും 3 ഡിജിറ്റ് നമ്പർ ആണ്. ഈ ഫുൾ നമ്പേഴ്സും 7 കൊണ്ട് ഡിവിസിബിളുമാണ്. ക്ലിയർ ആയോ? അപ്പോൾ അവർ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു AP നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അവർ ചോദിച്ചെന്തുവാ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7. അപ്പം 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു AP നമ്മൾ അങ്ങ് ഫോം ചെയ്തു. എന്നിട്ടാണ് ഇത് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലാക്കണമെങ്കിൽ എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 ആൻഡ് 20? ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 ആൻഡ് 250? ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? 10നും 250ക്കും ഇടയിൽ 4ന്റെ മൾട്ടിപ്പിൾ ഉള്ള എത്ര ടേംസ് ഉണ്ട്? 10നും 250ക്കും ഇടയിൽ 4ന്റെ മൾട്ടിപ്പിൾ ഉള്ള എത്ര ടേംസ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 10നും 250ക്കും ഇടയിൽ 4ന്റെ മൾട്ടിപ്പിൾ ഉള്ള ഒരു AP ഫോം ചെയ്യണം. അതാണ് ഈ ഒരു AP ഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സ് ബിറ്റ്വീൻ 10 ആൻഡ് 250 ആർ. 10നും 250ക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11, 12, 13, 14 എക്സെട്ര 249 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് 10നും 250ക്കും ഇടയ്ക്ക്. നമുക്കറിയാം ഇതിൽ സ്റ്റാർട്ടിങ് 4ന്റെ ടേബിളിൽ ഏതാ വരുന്നത്? 12 ആയിരിക്കും വരുന്നത് അല്ലേ? അത് നമുക്കറിയാമല്ലോ. അപ്പൊ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 12നെ ഇങ്ങ് താത്തിറക്കി. 12 കഴിഞ്ഞാൽ 16, 16 കഴിഞ്ഞാൽ 20, ഇതായിരിക്കും 4ന്റെ ടേബിളിൽ. അപ്പൊ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ഇതാണ് നമ്മുടെ AP. ഈ ലാസ്റ്റ് 248 പിന്നെ കണ്ടുപിടിച്ചതാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചതാണെന്ന് ചോദിച്ചാൽ 249 4ന്റെ ടേബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ 249 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 1. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത കണക്ക് തന്നെ ഈ 1 249 നിന്ന് കുറച്ചു 248 കിട്ടി. 248 ഈസ് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണ് ഈ 248 എഴുതിയത്. അപ്പോൾ 10നും 250ക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എഴുതി വെച്ചു. ആദ്യത്തെ 4 നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ ഉള്ളത് നമ്മൾ എടുത്തങ്ങ് എഴുതി. കാര്യം നമുക്കറിയാം. ലാസ്റ്റത്തത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് 248 എഴുതി. സോ ഇതാണ് നമ്മളുടെ AP. ഈ APയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അവർ AP. ഓൾ ആർ ബിറ്റ്വീൻ 10 ആൻഡ് 250. അതായത് ഓൾ നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 10 ആൻഡ് 250. 10നും 250ക്ക് ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് ഇത് എഴുതിയേക്കുന്നത് മൊത്തം. കൂടാതെ ഓൾ ആർ ഡിവിസിബിൾ ബൈ 4. എല്ലാം എന്തുവാണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തരുന്ന കണക്കുള്ള ഒരു AP നമ്മൾ ഫോം ചെയ്യണം. അതാണ് ശരിക്കും പറയുന്നത്, ഹിഡൻ ആയിട്ട് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ശരിക്കും സംഭവിക്കുന്നത് ഫോം ആൻഡ് AP എന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആദ്യമേ ചെയ്തായിരുന്നു ഈ ചാപ്റ്ററിന് ആദ്യം. അതിന് പകരം ഹിഡൻ ആയിട്ട് നമ്മളെ കൊണ്ട് ഫോം ചെയ്യിപ്പിക്കുകയാണ് ഒരു AP. അപ്പൊ ഈ APയുടെ പ്രത്യേകത എന്താ? ഓൾ ആർ ബിറ്റ്വീൻ 10 ആൻഡ് 250. ഓൾ ആർ ഡിവിസിബിൾ ബൈ 4. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതെങ്ങനെയാ ചെയ്യുന്നതാണ്? ഓക്കെ, നൗ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് ടേംസ് അവർ AP. സോ AN 248, അതായത് ലാസ്റ്റ് ടേം 248 ആണല്ലോ, അതെടുത്ത് എഴുതണം. AN is equal to 248. അപ്പൊ ANന്റെ ഡെഫിനിഷന്റെ ഫോർമുല എഴുതണം. എത്രയാണ്? A plus n minus 1 into D is equal to 248. അപ്പൊ അതിനകത്ത് എയുടെ വാല്യൂ എത്രയാണ്? 12. ഇതാണ് ഫസ്റ്റ് ടേം 12 ആണല്ലോ. ആണ് D എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണല്ലോ, അത് എഴുതി. ലാസ്റ്റ് ടേം എത്ര? 248 അവിടെ തന്നെ എഴുതി. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എന്നിന്റെ വാല്യൂ കിട്ടും. എത്ര കിട്ടും നമുക്ക്? 60 കിട്ടും. ഇത് സോൾവ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ കിട്ടും 60. അതായത് ഈ APയിൽ എത്ര ടേംസ് ഉണ്ട്? 60 ടേംസ് ഉണ്ട്. N 60. ഇത്രേ ഉള്ളൂ. ഈ APയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം AN എടുക്കുക, അത് ഇക്വേറ്റ് ചെയ്യുക. AN 248 എഴുതുക, ANന്റെ ഫോമിൽ എഴുതുക, അതിനകത്ത് A D ഇട്ട് കൊടുക്കുമ്പോൾ N കിട്ടും. Therefore, there are 60 numbers between 10 and 250 which are divisible by 4. അതായത് ഈ APയിൽ 60 ടേംസ് ഉണ്ടെന്നാണ് പറയേണ്ടത്. അതിന് പകരം നമ്മളടുത്ത് ചോദിച്ചതനുസരിച്ച് there are 60 numbers between 10 and 250 which are divisible by 4. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ ശരിക്കും സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു.
ഇവര് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു AP നമ്മൾ ഫോം ചെയ്യുവാണ്. അതിനുശേഷം അതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആദ്യത്തെ എക്സസൈസിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്തത് തന്നെയാണ്. വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫറെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 15th ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് n the nth ടേംസ് ഓഫ് 2 APs, 2 AP നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഈക്വൽ. അതായത് എന്നിന് ഏത് വാല്യൂ വരുമ്പോഴാണ് ഈ 2 APയുടെയും ടേംസ് ഈക്വൽ ആകുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. 2 AP ഉണ്ട്, AP1 AP2. AP1 6 4 2 0 -2 -4. AP2 15 10 5 0 -5 -10 എക്സെട്ര. സോ അപ്പൊ ഇതില് റെഡ് കൊണ്ട് എഴുതിയേക്കുന്ന ഒരു ടേം ഉണ്ടല്ലേ. സോ അതെന്ന് പറഞ്ഞാല് ഈ APയുടെ 4ാമത്തെ ടേം, ഈ APയുടെ 4ാമത്തെ ടേം. സോ ഈ 2 APയുടെയും 4th ടേം എന്താണ്? ഈക്വൽ ആണ്, A4. അപ്പൊ ഈ 2 APയുടെയും പ്രത്യേകത എന്തുവാ? ഇതിലെ 4th ടേം ഈക്വൽ ആണ്. സോ ഹിയർ ഞാനിവിടെ 5 എഴുതിയിരുന്നത് 4th ടേംസ് ഓഫ് ബോത്ത് AP ആർ എന്ത്? ഈക്വൽ. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. 2 AP ഉണ്ട്, ഇതിൽ എത്രാമത്തോ ഒരു ടേം ഉണ്ട്, അതെന്താണ്? ഈക്വൽ ആണ്. സോ അതിനെ nth ടേം നമുക്ക് വിളിക്കാം. സോ അപ്പൊ ഇതിൽ രണ്ടിലെയും nth ടേം ഈക്വൽ ആണ്, അത് എത്രാമത്തെ ടേം ആണ്? സോ ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് AP എടുത്ത് എഴുതി. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം 63, കോമൺ ഡിഫറൻസ് 2. ഇതിലെ nth ടേം കണ്ടുപിടിച്ചു. സോ nth ടേം എന്താണ്? A + n - 1 × d. അതിനകത്ത് an = എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ, അവിടെ നിർത്തിയേക്കുക. ഇത്രയും ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഇനി ചെയ്യാനുള്ളത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇതിന്റെ nth ടേം ആണിത്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് AP എടുക്കുക. അവിടെ നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതി, അവിടെ an കണ്ടുപിടിച്ചു, അവിടുത്തെ an നമ്മൾ എഴുതി വെച്ചു. ഇനി ഇവിടെ നമുക്ക് അറിയാമായിരുന്നു 4th ടേം ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്രാമത്തോ ഒരു ടേം ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? nth ടേംസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ 2 APയുടെയും nth ടേം ഈക്വൽ ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് അറിഞ്ഞൂടല്ലോ. സോ ഈ 2 ANനെയും എടുത്ത് ഇക്വേറ്റ് ചെയ്യണം. കൺസിഡർ nth ടേംസ് ഓഫ് 2 AP ആർ ഈക്വൽ. Therefore ഈ ANനെയും ഈ ANനെ എടുത്ത് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ n - 1 × 2 അവിടെ തന്നെ ഉണ്ട്, ഈ n - 1 × 7 ലെഫ്റ്റിലോട്ട് വരുവാണ്. അപ്പൊ ഇവിടെ എന്താവും? മൈനസ് ആവും. ഓക്കെ, ഈ 63 അപ്പുറത്ത് പോകുന്നു. അപ്പൊ 3 - 63. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, ഇവിടെ ഒരു n - 1 ഉണ്ട്, ഇവിടെ ഒരു n - 1 ഉണ്ട്. n - 1 ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ ബാക്കി 1, ഇവിടെ എത്രയാണ്? 7. ദാറ്റ് ഈസ് ഈക്വൽ ടു -60. 2 - 7 -5. -5 അപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യും. n - 1 12, n is equal to 30. ദാറ്റ് മീൻസ് 13th ടേംസ് ഓഫ് 2 AP ആർ ഈക്വൽ. അതായത് ഇവിടെ A13, ഇവിടെ എന്താണ്? A13. ഓക്കെ, അതായത് 13ാമത്തെ പദം എന്താണ്? ഈ 2 APയിൽ എന്താണ്? ഈക്വൽ ആണ്. വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി നോക്കാം. ഇത് AP എഴുതി നോക്കുമ്പോൾ ഇതില് 13th ടേം എന്തായിരിക്കും? ഈക്വൽ. അപ്പൊ ഇതിനകത്ത് നിന്ന് എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു ക്ലൂ ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ nth ടേം ഓഫ് ഫോർ വാട്ട് വാല്യൂ ഓഫ് n the nth ടേം ഓഫ് 2 APs ആർ ഈക്വൽ. ഇവിടെ തന്നിട്ടുണ്ട് nth ടേംസ് ഓഫ് 2 APs ആർ ഈക്വൽ എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ 2 AP എടുത്ത് എഴുതണം. എന്നിട്ട് അതിന്റെ nth ടേംസിനെ നമുക്ക് അറിഞ്ഞൂടെ എത്രാമത്തെ ടേം ഈക്വൽ. Therefore nth ടേംസിനെ ഈക്വൽ ആണെന്ന് കൊടുക്കണം. അപ്പൊ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കൺസിഡർ nth ടേംസ് ഓഫ് 2 AP ആർ ഈക്വൽ. Therefore ഇവിടുത്തെ n ഇവിടുത്തെ n കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ n വാല്യൂ കിട്ടും. അത്രാമത്തെ ടേം ആണ് ഈക്വൽ. ഹിയർ ഇവിടെ 13 ആണ്. Therefore 13th ടേം ഓഫ് 2 AP ആർ ഈക്വൽ. ഓക്കെ, എക്സസൈസ് 5.2 11th മുതൽ 15th വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ പാർട്ട് 8 നമ്മൾ ചെയ്തത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ 5 ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ചെയ്ത് പഠിക്കാം. താങ്ക് യു.